നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ് വിതരണത്തിൽ അനാസ്ഥ. പലയിടത്തും സ്കോളർഷിപ്പ് തുക കിട്ടിയില്ലെന്ന ആക്ഷേപം. വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി ശുപാർശ ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്. CCTV സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോർക്കുളം സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. നെന്മണിക്കര വീട്ടിൽ 28 വയസ്സുള്ള ശ്രീജിത്ത് എന്ന അടുപ്പു ശ്രീജിത്തിനെയാണ് കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ജയിലിലടച്ചത്. ഗുരുവായൂരിൽ നിന്നും തിരുനാവായയിലേക്ക് പുതിയ പാത അനുവദിക്കുന്ന വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗവും റെയിൽവേ പൊതുസേവന കമ്മിറ്റി ചെയർമാനുമായിരുന്ന PK കൃഷ്ണദാസ്. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതികൾ ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും യാത്രക്കാർക്കായി പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുമെന്നും കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ് വിതരണത്തിൽ അനാസ്ഥ. പലയിടത്തും സ്കോളർഷിപ്പ് തുക കിട്ടിയില്ലെന്ന് ആക്ഷേപം. ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചയുണ്ടായി. കൗൺസിലർ CS സൂരജ് ആണ് വിഷയം കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് തുക വൈകിപ്പിച്ചത് അത്യന്തം വേദനാജനകമാണെന്നും പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി ശുപാർശ ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അറിയിച്ചു. ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് പണം അനുവദിക്കാനും തീരുമാനിച്ചു. നഗരസഭ 15-ാം വാർഡിലെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ അറ്റകുറ്റപ്പണിക്കായി തയ്യാറാക്കിയ 2,05,000 രൂപയുടെ എസ്റ്റിമേറ്റ് യോഗം അംഗീകരിച്ചു. കൗൺസിലർമാരായ AS മനോജ്, KP ഉദയൻ, KM മറൂഫ്, CS സൂരജ്, ശോഭ ഹരിനാരായണൻ, രേണുക ശങ്കർ, അഭിലാഷ് എന്നിവർ സംസാരിച്ചു. CCTV സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോർക്കുളം സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. നെന്മണിക്കര വീട്ടിൽ 28 വയസ്സുള്ള ശ്രീജിത്ത് എന്ന അടുപ്പു ശ്രീജിത്തിനെയാണ് കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ജയിലിൽ അടച്ചുകൊണ്ട് തൃശൂർ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. വധശ്രമം, അടിപിടി, ലഹരി വസ്തുക്കളുടെ കച്ചവടം, CCTV സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിനെ ക്രൂരമായി ആക്രമിച്ച സംഭവം ഉൾപ്പെടെ 9ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ശ്രീജിത്ത്. ഇതേ തുടർന്നാണ് കുന്നംകുളം പോലീസ് പ്രതിക്കെതിരെ ജില്ലാ കളക്ടർക്ക് കാപ്പ ചുമത്തുന്നതിനുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗുരുവായൂരിൽ നിന്നും തിരുനാവായയിലേക്ക് പുതിയ പാത അനുവദിക്കുന്ന വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗവും റെയിൽവേ പൊതുസേവന കമ്മിറ്റി ചെയർമാനുമായിരുന്ന PK കൃഷ്ണദാസ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതികൾ ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും യാത്രക്കാർക്കായി പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. നിവേദിത സുബ്രഹ്മണ്യം, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചനമ്പത്ത്, ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര, ട്രഷറർ ദീപ ബാബു, സെക്രട്ടറി പ്രസന്നൻ വലിയപറമ്പിൽ, ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി, KR ചന്ദ്രൻ, ദീപക് തിരുവേങ്കിടം തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. അതുപോലെ കോൺഗ്രസ് CPM നേതാക്കന്മാർ ഉന്നയിക്കുന്ന ആരോപണത്തിൽ അവർക്ക് പോലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ ആധികാരികമായിട്ട് തെളിവ് സഹിതം ഔദ്യോഗികമായിട്ട് ഒരു പരാതി പോലും കൊടുത്തില്ല. ഇപ്പോൾ ഹരിയാനയിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കേട്ട് മാസങ്ങളായി, വർഷങ്ങളാവാൻ പോകുന്നു, വർഷം പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഇതുവരെ പരാജയപ്പെട്ട ഒരു കോൺഗ്രസ് MLAയും കോടതിയെ സമീപിച്ചിട്ടില്ല, ബന്ധപ്പെട്ട ആർക്കും പരാതി കൊടുത്തിട്ടുമില്ല. അപ്പോൾ സത്യത്തിൽ അതേ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കൃത്രിമം, അത് വോട്ടർ പട്ടികയിലായാലും ശരി, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിൽ, അത് ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ട അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാലും അവർ കോടതിയെ സമീപിക്കാവുന്നതാണ്, നിയമാനുസൃതം. ഇതുവരെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒരു നേതാവും ഒരു തോറ്റ സ്ഥാനാർത്ഥിയും ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധിയും സമീപിക്കാൻ തയ്യാറില്ല. ആവർത്തിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, നിങ്ങൾ പരാതി കൊടുക്കൂ, സത്യവാങ്മൂലം കൊടുക്കൂ, തെളിവ് നിങ്ങൾ സമർപ്പിക്കൂ, അന്വേഷണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. നിയമാനുസൃതമായിട്ടാണ് പറഞ്ഞത്. ഭരണഘടനയിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് നേതൃത്വത്തോട് ഈ ആവശ്യം ഉന്നയിച്ചത്.
NREG വർക്കേഴ്സ് യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും ആദരിക്കലും സംഘടിപ്പിച്ചു. വിള്ളർക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി തകർക്കുവാനാണ് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് MLA പറഞ്ഞു. തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുവാനും കൂലി നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുവാൻ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ തയ്യാറാകുന്നില്ലെന്നും MLA പറഞ്ഞു. യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ, ബ്ലോക്ക് മെമ്പർ KK മണി, ഫ്രാൻസിസ് കൊള്ളന്നൂർ, UV ഗിരീഷ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, സൗമ്യ സുരേഷ്, ബീന രമേശ്, KR സെമി, മൈമുന ഷബീർ, MK ശശീന്ദ്രൻ, ദിവ്യ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ഒരക്ഷരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി അവർ വർത്തമാനം പറയാറില്ല. പാർലമെന്റിൽ 18 ആളുകൾ എന്ന് പറഞ്ഞ ചെറിയ നമ്പർ അല്ലല്ലോ. ഒരൊറ്റയാൾ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ആവശ്യത്തിന് വേണ്ടി ഇന്നത് ചെയ്യണം. നിങ്ങളൊക്കെ പത്രവും TV ഒക്കെ കാണുന്നവരല്ലേ? ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ MP, മുമ്പ് കോൺഗ്രസിന്റെ MP ഇവിടെ നിന്നുണ്ടായിരുന്നു. വോട്ടിന്റെ സമയമാവുമ്പോൾ ആ സ്ഥലത്തൊക്കെ വന്ന് 4 ലോഹ്യം പറഞ്ഞു പോകുന്നതിൻ്റെ അപ്പുറത്ത് തൊഴിലാളിയുടെ പ്രശ്നത്തിൽ ഇടപെടാൻ ആരും ഉണ്ടായിട്ടില്ല. കേരള വിഷൻ നേതൃത്വത്തിൽ കുന്നംകുളത്ത് കേബിൾ TV ഓപ്പറേറ്റർമാർക്കും അക്കൗണ്ട്സ് ജീവനക്കാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സിബിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അനിൽ, സപ്പോർട്ടിംഗ് ടെക്നിക്കൽ എഞ്ചിനീയർ മിൽന പീറ്റർ, കേരള വിഷൻ ഡയറക്ടർ ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. CCTV ജനറൽ മാനേജർ സിൻഡോ ജോസ് നന്ദി പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റർമാരും അക്കൗണ്ട്സ് ജീവനക്കാരും സംബന്ധിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ TV എന്നിവയുടെ അക്കൗണ്ട് കൂടുതൽ കാര്യക്ഷമവും ഉപഭോക്തൃ സൗഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായാണ് ബോധവൽക്കരണം ഒരുക്കിയത്. ആഘോഷത്തിന്റെ അലയൊലി അടങ്ങും മുൻപേ പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി പുഷ്പ ഓർമ്മയായി. ഞായറാഴ്ച കാണിപ്പയ്യൂരിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കൂനമുച്ചി കുത്തൂർ ആന്റണിയുടെ ഭാര്യ പുഷ്പയുടെ സംസ്കാരം നടന്നു. മകളുടെ കുഞ്ഞിന്റെ 1ാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് സന്തോഷത്തോടെയാണ് കുന്നംകുളം വ്യാപാര ഭവനിൽ നിന്നും പുഷ്പ ഭർത്താവ് ആന്റണിക്കൊപ്പം കാറിൽ കൂനമുച്ചിയിലെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. 5 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കാനുള്ള കേവലം 15 മിനിറ്റ് കൊണ്ടെത്താവുന്ന ദൂരം മാത്രമുള്ള യാത്രക്കിടെയാണ് പുഷ്പയുടെ ജീവൻ പൊലിഞ്ഞ അപകടം സംഭവിച്ചത്. കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോയിരുന്ന ആംബുലൻസും കാറും തമ്മിൽ നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പുഷ്പ മരണത്തിന് കീഴടങ്ങുകയും ആന്റണി ജീവൻ തിരിച്ചു പിടിക്കാനുള്ള അവസാന പരിശ്രമവുമായി ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. സന്തോഷത്തിന്റെ അനർഘ നിമിഷങ്ങളിലൂടെ കടന്നുപോയ കുടുംബത്തിന് ഉൾക്കൊള്ളാനാകാത്തതായിരുന്നു പുഷ്പയുടെ വിയോഗം. മക്കളായ ബ്ലെസ്സിക്കും ബ്രിട്ടോയ്ക്കുമൊപ്പം ബന്ധുക്കളും നാട്ടുകാരും കരച്ചിലടക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9:30 വസതിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം പുഷ്പയുടെ ഭൗതിക ശരീരം കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെത്തിച്ചു. പ്രാർത്ഥനകൾക്ക് ശേഷം മക്കളുടെയും ബന്ധുജനങ്ങളുടെയും അന്ത്യചുംബനങ്ങൾ ഏറ്റുവാങ്ങി പുഷ്പ ഓർമ്മകളിലേക്ക് മാഞ്ഞു.
ഒന്നിച്ചുള്ള തന്റെ ജീവിതയാത്രയിൽ താങ്ങും തണലുമായിരുന്ന പ്രിയതമന്റെ അന്ത്യചുംബനം ഏറ്റുവാങ്ങാൻ പോലും കഴിയാതെ മടങ്ങിയ പുഷ്പ ഒരു വിങ്ങലായി എന്നും പ്രിയപ്പെട്ടവരുടെ മനസ്സിലുണ്ടാകും. തൃശൂർ അയ്യന്തോൾ ചുങ്കത്തിന് സമീപത്തുള്ള റാണി മേനോൻ കണ്ണാശുപത്രിക്ക് സമീപത്തു നിന്നും സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്ത 2 പേർ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയായ പ്രതി വടക്കേക്കാട് സ്വദേശി മുഹമ്മദ് സിനാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ജൂലൈ 31 നടന്ന മോഷണം കണ്ടെത്താൻ സമീപത്തെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് സഹായകമായത്. അഡ്വക്കേറ്റ് ജാസ്മിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു സ്കൂട്ടർ. വടക്കേക്കാട് മന്ദലാങ്കുന്ന് ഭാഗത്തു നിന്നാണ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ പിടികൂടിയത്. കൃത്യത്തിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത 2 പേരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കോടതിയിൽ ഹാജരാക്കും. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷകളിൽ ഇടിച്ച് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചെറുവത്താണി സ്വദേശി പൊലിയത്ത് വീട്ടിൽ 40 വയസ്സുള്ള റിനേഷിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ കൊണാർക്ക് ഹോട്ടലിന് മുന്നിൽ പാതയോരത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പുറകിലാണ് കാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു ഓട്ടോറിക്ഷ സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. മറ്റൊരു ഓട്ടോറിക്ഷയുടെ പുറകുവശം ഭാഗികമായി തകർന്നു. അപകട സമയത്ത് ഓട്ടോറിക്ഷയിലിരുന്ന ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. കാലിൻ ഉൾപ്പെടെ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കുറ്റിപ്പുറം സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂർ അരിയന്നൂർ റോഡിൽ കാറും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് അപകടം. ഡ്രൈവർക്കും യാത്രികയ്ക്കും പരിക്കേറ്റു. ഓട്ടോ ടാക്സി ഡ്രൈവർ വേലൂർ സ്വദേശി 34 വയസ്സുള്ള സുരേഷ്, യാത്രക്കാരി വേലൂർ മുല്ലയ്ക്കൽ വീട്ടിൽ 34 വയസ്സുള്ള അനിത എന്നിവർക്കാണ് പരിക്കേറ്റത്. അനിതയുടെ ഭർത്താവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ ഗുരുവായൂർ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത്യാസന്ന നിലയിൽ രോഗിയുമായി പോയ ആംബുലൻസ് തൃശൂർ അശ്വിനി ജംഗ്ഷൻ ഗതാഗത കുരുക്കിൽപ്പെട്ട് നിന്നപ്പോൾ ആംബുലൻസിന് മുന്നിലൂടെ ഓടി വഴിയൊരുക്കിയ തൃശൂർ വനിതാ പോലീസ് സ്റ്റേഷൻ ASI അപർണ ലവകുമാറിനെ ആംബുലൻസ് ഓണേഴ്സ് ക്യാപ്റ്റൻ ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷൻ ആദരിച്ചു. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് ഗുരുവായൂർ, ജില്ലാ പ്രസിഡന്റ് പ്രമോദ്, ട്രഷറർ ജെയ്സൺ ചെർപ്പ്, അഖിൽ, സൗരവ്, സ്റ്റെഫിൻ, രജീഷ്, അശ്വിൻ എന്നിവർ പങ്കെടുത്തു. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെയും നരേന്ദ്രമോദിയുടെയും നിലപാടിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എംപിമാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ഇന്ദിരാഭവൻ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. സുധീഷ് പറമ്പിൽ, MC ഐജു, PS സുനീഷ് എന്നിവർ സംസാരിച്ചു. K ഗോവിന്ദൻകുട്ടി, KR രാധിക, MK ജോസ്, MM സലീം, MA ഉസ്മാൻ, വിനോദിനി മങ്ങാട്, സുജാത തുളസി, അമൃത K ഷിജു, KR ഗിരീഷ്, AU മനാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാര്യയെ തെരുവിലിട്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത കടങ്ങോട് പഞ്ചായത്തിലെ 11ാം വാർഡ് മെമ്പർ മുഹമ്മദ് കുട്ടി ആദൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് മണ്ഡലം മഹിളാ കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വനിതാ പ്രസിഡന്റായുള്ള LDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി സ്ത്രീ പീഡനക്കേസിൽ പ്രതിയായ മെമ്പറെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ പുറത്താക്കാൻ തയ്യാറാകണമെന്നും മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ അധ്യക്ഷയായി. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കല്യാണി S നായർ, ഗിനസ് സത്താർ ആദൂർ, സജീവ് ചാത്തനാത്ത്, രഞ്ജു താരു, അക്ഷയ് വെള്ളറക്കാട്, ജെസ്സി വിൽസൺ എന്നിവർ സംസാരിച്ചു. സുഗുണൻ, TK സുബ്രഹ്മണ്യൻ, PV കൃഷ്ണൻ, PK വിനയകുമാർ, റഹീം ആദൂർ, കരീം വെള്ളറക്കാട്, ബിജു ആദൂർ, സിന്ധു മണികണ്ഠൻ, സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ജലത്തിൽ വിസ്മയം തീർക്കുകയാണ് 4.5 വയസ്സുകാരി അരുവി. വെള്ളത്തിലുള്ള ഈ കുരുന്നിന്റെ പ്രകടനം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നു. കടങ്ങോട് തെക്കുമുറി നെടിയേടത്ത്
അനീഷ് നിമ ദമ്പതികളുടെ മകളായ അരുവി നീന്തലിൽ അതിവിദഗ്ധയാണ്. 3.5 വയസ്സുള്ളപ്പോഴാണ് അരുവി നീന്തൽ പഠിച്ചത്. ഫുട്ബോൾ കോച്ചായ പിതാവ് അനീഷാണ് അരുവിയെ നീന്തൽ പരിശീലിപ്പിച്ചത്. ഇയാളുടെ പേര് അരുവി എന്നാണ്. നിർമ്മലമാത ഇയാൾ സ്കൂളിലാണ് പഠിക്കുന്നത്, LKG-യിൽ. 4.5 വയസ്സായി. ഞങ്ങളൊരു 3.5 വയസ്സ് മുതലേ ആള് നീന്തൽ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ മുങ്ങിവർണ്ണങ്ങൾ അധികരിച്ചു വരുന്ന കാലഘട്ടത്തിൽ സ്വയം രക്ഷയ്ക്കും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിനും പ്രാപ്തയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പരിശീലിപ്പിച്ചതെന്ന് അനീഷ് പറഞ്ഞു. അപ്പോൾ നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളായി ഇങ്ങനെ കേൾക്കുന്നു, ഈ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നീന്തൽ പഠിപ്പിച്ച് അവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ വേറെ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ പെടുമ്പോൾ രക്ഷപ്പെടുത്താനുള്ളൊരു ഇതും കൂടി ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇവരെ ചെറുപ്പം മുതലേ നീന്തൽ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായി. വെള്ളത്തിൽ ദീർഘസമയം കമിഴ്ന്നും മലർന്നും പൊങ്ങിക്കിടക്കുവാനും അരുവിക്ക് കഴിയും. എയ്യാൽ നിർമ്മലമാതാ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അരുവി. അനീഷിന്റെ സഹോദരൻ അജിത്തിന്റെ മകൾ 8 വയസ്സുള്ള അദ്രിക ലക്ഷ്മിയും നീന്തലിൽ വിദഗ്ധയാണ്. അദ്രികയുടെ അനുജൻ 5.5 വയസ്സുള്ള അയനും നീന്തൽ പരിശീലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏട്ടന്റെ കുട്ടികളാണ് ഇവരിന് ഒരു കൊല്ലത്തോളമായി ഇവര് നീന്തൽ തുടങ്ങിയിട്ട്. ഇവർ രണ്ടുപേരും പാറപ്പുറം ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവരെയും പരിശീലിപ്പിച്ചത് അനീഷാണ്. സമഗ്ര ശിക്ഷ കേരള BRC ചാവക്കാടിന്റെ നേതൃത്വത്തിൽ സൗജന്യ വൈദ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭാ വാർഡ് കൗൺസിലർ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ VB സിന്ധു, ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റൽ ഹെൽത്ത് ഇൻസ്പെക്ടർ K. രാംകുമാർ, ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക CP ലിജ എന്നിവർ സംസാരിച്ചു. ശ്രവണപരമായ വെല്ലുവിളികൾ, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കുള്ള വൈദ്യ പരിശോധനാ ക്യാമ്പുകളാണ് നടന്നത്. ചാവക്കാട് താലൂക്ക് ആശുപത്രി എല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ENT വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ CL ജോയ്, ടെക്നീഷ്യൻ PV സജിമോൻ എന്നിവർ നേതൃത്വം നൽകി. വെട്ടുകാട് ആളൂർ സ്പോർട്സ് അസോസിയേഷൻ UAE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കലാകായിക മേഖലകളിലെ പ്രതിഭകളെ ആദരിച്ചു. ആളൂർ യുവജന സമാജം വായനശാലയിൽ ടാലന്റ് 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വെട്ടുകാട് ആളൂർ സ്പോർട്സ് അസോസിയേഷൻ UAE കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് വെട്ടുകാട് അധ്യക്ഷനായി. മുനയ്ക്കക്കടവ് തീരദേശ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ KN നിധിൻ ലഹരി വിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, കുന്നംകുളം നഗരസഭ മുൻ വൈസ് ചെയർമാൻ EP കമറുദ്ദീൻ, ജനറൽ സെക്രട്ടറി AA അലി, ജോയിന്റ് സെക്രട്ടറി AM ഫൈസൽ എന്നിവർ സംസാരിച്ചു. സിനിമാ സംവിധായകൻ ഷാൻ കേച്ചേരി, ഡോക്ടറേറ്റ് നേടിയ കൃഷ്ണചന്ദ്രൻ എന്നിവരെയും SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കായികരംഗത്ത് സംസ്ഥാന ജില്ലാ ചാമ്പ്യൻഷിപ്പുകളിൽ വിജയം നേടിയ പ്രതിഭകളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. അഷ്റഫ് മാസ്റ്റർ, ഗംഗാധരൻ മാസ്റ്റർ, മുഹമ്മദ് അലി, RM മൊയ്തുട്ടി, AM ഉമ്മർ ഹാജി, RA ഉസ്മാൻ, RA മുസ്തഫ, RM അബൂബക്കർ എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പന്നിത്തട മേഖലാ സമ്മേളനം നടത്തി. സുഹറ ഓഡിറ്റോറിയത്തിൽ P. ഭാഗ്യലക്ഷ്മിയമ്മ നഗറിൽ നടന്ന സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം മീന സാജൻ, CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM നൌഷാദ് എന്നിവർ സംസാരിച്ചു. ഷീജ മണി, ലളിത ഗോപി, സിമി KR എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. മേഖലാ സെക്രട്ടറി സുഗിജ സുമേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ പുതിയ മേഖലാ ഭാരവാഹികളായി സെക്രട്ടറി സുഗിജ സുമേഷ്, പ്രസിഡന്റ് ഷീജ മണി, ട്രഷറർ ലളിത ഗോപി എന്നിവരെയും 25-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന് സംഘാടക സമിതി ചെയർമാൻ ഫ്രാൻസിസ് കോളനി സ്വാഗതവും സെക്രട്ടറി സുഗിജ സുമേഷ് നന്ദിയും പറഞ്ഞു.
തീരദേശ ഹൈവേ നിർമ്മാണം BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് മണത്തല സന്ദർശിച്ചു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് മണത്തല അടിപ്പാത ആക്ഷൻ കൗൺസിൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു PK കൃഷ്ണദാസിന്റെ സന്ദർശനം. നാട്ടുകാരുടെ ആവശ്യത്തിന്മേൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മണത്തല അടിപ്പാത ആക്ഷൻ കൗൺസിലിന് അദ്ദേഹം ഉറപ്പു നൽകി. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത സുബ്രഹ്മണ്യൻ, മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, നേതാക്കന്മാരായ ഗണേശ് ശിവജി, പണിക്കശ്ശേരി വിനോദ്, MK വിനോദ്, സുഗന്ധവേണി, പ്രമോദ് ശങ്കരൻ, അനി ചില്ലി, ഷനിൽ, മണത്തല അടിപ്പാത ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഫൈസൽ കാനാമ്പുള്ളി, കൺവീനർ KV അലിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. നാട്ടുകാർക്ക് വേണ്ടി ഓർമ്മ ചന്ദ്രൻ, കച്ചവടക്കാർക്ക് വേണ്ടി TP കുഞ്ഞുമുഹമ്മദ്, മണത്തല ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി പ്രിൻസിപ്പാൾ ഇൻചാർജ് സുഭാഷ് എന്നിവർ നിവേദനം നൽകി. പെൻഷൻ പരിഷ്കരണം ആരംഭിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചാവക്കാട് വടക്കേ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. PI സൈമൺ മാസ്റ്റർ, KA വാസു, നിമൽകുമാർ, ശങ്കരനാരായണൻ, AK സലീംകുമാർ, V അഷ്റഫ്, KH കയ്യുമു, P ശിവദാസൻ, സുബിത, ബീന തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം പഴഞ്ഞി മേഖലാ സമ്മേളനം നടത്തി. മേഖലാ പ്രസിഡന്റ് പട്ടയത്ത് ഗോപിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പ്രസിഡന്റ് AJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. നെല്ലു സംഭരണ വില ഉയർത്തണമെന്നും വിളനാശം സംഭവിച്ചവർക്ക് ഇൻഷുറൻസ് തുക ഉടൻ ലഭ്യമാക്കണമെന്നും നെല്ലുവില ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ മേഖലാ ഭാരവാഹികളായി AY ഹമീദ് പ്രസിഡന്റ്, റെജി മാസ്റ്റർ സെക്രട്ടറി, പട്ടയത്ത് ഗോപി ട്രഷറർ എന്നിവരെയും പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. എത്ര കണ്ടാലും മതിവരാത്തതാണ് ആനച്ചന്തം. ഗജഭംഗി നിലനിൽക്കണമെങ്കിൽ ആനകളുടെ സംരക്ഷണവും പരിപാലനവും പ്രധാനമാണ്. ആഗസ്റ്റ് 12 ലോക ഗജദിനം. കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ആന. കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ആനച്ചന്തം കണ്ടാൽ കൗതുകത്തോടെ നോക്കി നിൽക്കും. ആകാരഭംഗിയും കറുപ്പഴകും നീണ്ട തുമ്പിയും കൊമ്പഴകും വലിയ ചെവിയും തുടങ്ങി അഴകിന്റെ ഗജകേസരികൾക്ക് ആരാധകരും ഏറെയാണ്. ആനപ്രേമി സംഘം കൂടിയായതോടെ വില്ലാളി വീര പരിവേഷത്തോടെയായി ആനകളുടെ വരവ്. അതേസമയം തന്നെ ആനയിടഞ്ഞുണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും തള്ളിക്കളയാനാവില്ല. എഴുന്നള്ളിപ്പുകൾക്കിടയിൽ ആനയിടഞ്ഞുണ്ടാകുന്ന ആക്രമണങ്ങൾ നിസ്സഹായതോടെ നോക്കി നിൽക്കേണ്ടി വരാറുണ്ട്. എന്നിരുന്നാലും ആനയോടുള്ള സ്നേഹത്തിന് ആളുകൾ കുറവ് വരുത്താറില്ല എന്നതാണ് ശ്രദ്ധേയം. എവിടെ ആനയുണ്ടോ അവിടെ ആളുകൾ കൂടും. കാട്ടാനകളുടെ വാഴ്ചയും ഇപ്പോൾ നാട്ടിലാണ്. കാട്ടുകൊമ്പന്മാരും വലിയ രീതിയിൽ തന്നെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് എങ്ങനെ ആനകളെ സംരക്ഷിക്കാമെന്നും പരിപാലിക്കാമെന്നും വിലയിരുത്തേണ്ടത്. ആനസമ്പത്ത് ഇല്ലാതാക്കാനല്ല, നിലനിർത്തുകയാണ് വേണ്ടത്. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, ആനക്കൊമ്പിനായുള്ള വേട്ടയാടൽ, മനുഷ്യനു നേരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് കാട്ടാനകളുടെയും നാട്ടാനകളുടെയും എണ്ണം കുറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആനച്ചന്തം നിലനിൽക്കണമെങ്കിൽ ഇക്കൂട്ടരുടെ സംരക്ഷണത്തിലും പരിപാലനത്തിലും ഒരുപോലെ വ്യക്തത വരുത്തണം. അത് ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് ആനദിനം. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ക്ഷേത്രത്തിലേക്കുള്ള നടപ്പുര ആരംഭിക്കുന്നയിടത്താണ് പൈപ്പ് പൊട്ടിയത്. സ്ഥിരമായി വെള്ളം ഒഴുകി ഈ ഭാഗത്തെ റോഡ് തകർന്ന സ്ഥിതിയിലാണ്. ദർശനത്തിന് എത്തുന്നവരടക്കമുള്ളവർക്ക് പരന്നു കിടക്കുന്ന ചെളിവെള്ളത്തിൽ ചവിട്ടി വേണം നടക്കാൻ. സ്ഥിരമായ വെള്ളക്കെട്ട് മൂലം ഇവിടെയുള്ള വ്യാപാരികളും ദുരിതത്തിലാണ്. ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം ആരംഭിച്ചാൽ പടിഞ്ഞാറേ നട ചെളിക്കുളമാകുന്നതാണ് ആഴ്ചകളായുള്ള അവസ്ഥ. ഓണത്തിരക്ക് ആരംഭിക്കാനിരിക്കെ എത്രയും വേഗം പൈപ്പ് നന്നാക്കി പ്രശ്നം പരിഹരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ CS സൂരജ്, മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, നേതാക്കളായ ബാലൻ വാറനാട്ട്, VS നവനീത്, ശശികുമാർ പട്ടത്താക്കിൽ, VT ഷാജൻ എന്നിവർ സംസാരിച്ചു. എല്ലായിടത്തും പരാതികളുമായി സമീപിച്ചിട്ടുള്ളതാണ്. വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് ദേവസ്വം ഭരണ സമിതിയുടെ ഭാഗത്തുനിന്നും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും PWയുടെ ഭാഗത്തുനിന്നും അടക്കമുള്ള മേധാവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഭക്തജനങ്ങൾ അടക്കമുള്ള നാട്ടുകാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. എത്രയോ ജലം പാഴായി പോകുന്നതോടൊപ്പം തന്നെ ആ റോഡ് കൂടി വലിയൊരു നാശത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുമേറെ ഭക്തജനങ്ങളെ ഇത്തരത്തിൽ ദുരിതത്തിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകാൻ ഭരണാധികാരികൾ തുനിയുന്നത് എങ്കിൽ ആ പ്രദേശത്തടക്കം
ഞങ്ങൾ പ്രതിഷേധ സമരവുമായി രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും. നാടിന്റെ ജനങ്ങളുടെ സുരക്ഷിതത്വവും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ഭക്തന്മാരുടെ സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് വളരെ വിനയത്തോടു കൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. നഗരസഭാ ഓഫീസിന് മുൻവശത്തു നിന്ന് ആരംഭിച്ച പ്രകടനം ഗുരുവായൂർ റോഡിലെ ട്രഷറി ഓഫീസിന് മുന്നിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KSSPU തൃശൂർ ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, മെഡിസെപ് പദ്ധതി അപാകതകൾ ഒഴിവാക്കി നടപ്പിലാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. T രാജഗോപാൽ, ശ്രീധരൻ, ഡെന്നി ജോസ്, MA വേലായുധൻ, CG ജോബ്, ബീന ചാക്കോ എന്നിവർ സംസാരിച്ചു. PK രവി, മൊയ്തുണ്ണി, മേരി ഉതുപ്പ്, സുലോചന തുടങ്ങിയവർ നേതൃത്വം നൽകി. രാമായണ മാസത്തോടനുബന്ധിച്ച് പുന്നയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്ര മേൽശാന്തി ശരത് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഔഷധ കഞ്ഞി വിതരണവും ഉണ്ടായി. ചടങ്ങിൽ SSLC+2 വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. ക്ഷേത്രം സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി, ജോയിന്റ് സെക്രട്ടറി മോഹനൻ ഈച്ചിത്തറയിൽ, ഭാരവാഹികളായ മുകുന്ദൻ എളയച്ചാട്ടിൽ, അപ്പു പെരുവഴിപ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെൻഷൻ പരിഷ്കരണം ആരംഭിക്കുക, ക്ഷമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. PI സൈമൺ മാസ്റ്റർ, വാസു, KA നിമൽകുമാർ, ശങ്കരനാരായണൻ, AK സലീംകുമാർ മാസ്റ്റർ, V അഷ്റഫ്, കൈമു ടീച്ചർ, P ശിവദാസൻ, സുബിത അഷ്റഫ്, ബീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. ചിന്മയ മിഷൻ ഗുരുവായൂർ രാമായണ സത്സംഗം സംഘടിപ്പിച്ചു. അനൂപ് ശാന്തിയുടെ നേതൃത്വത്തിൽ സമൂഹാർച്ചന നടത്തി. രാമായണ പാരായണത്തിന് ഹേമ ടീച്ചർ, പ്രൊഫസർ വിജയൻ മേനോൻ, ശാന്ത കരുണാകരൻ, പ്രൊഫസർ വിനോദിനി, മിനി ശ്രീദേവി അമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ കൗൺസിൽ അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പൂർവ്വ വിദ്യാർത്ഥിയും യുവ സംരംഭകനുമായ മുഹമ്മദ് ജാസിർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷനായി. വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ EM മുഹമ്മദ് അമീൻ, പ്രിൻസിപ്പാൾ EM ഫിറോസ്, വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ സെക്കൻഡറി വിഭാഗം ജൂനിയർ പ്രിൻസിപ്പാൾ സാജിദ റസാഖ് സ്വാഗതവും സെക്കൻഡറി വിഭാഗം ജൂനിയർ പ്രിൻസിപ്പാൾ KR രവ്യ നന്ദിയും പറഞ്ഞു. RSS കിരാലൂർ ശാഖയുടെ രക്ഷാബന്ധൻ മഹോത്സവം കിരാലൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. സേവാഭാരതി ജില്ലാ സംഘടനാ സെക്രട്ടറി PU സനീഷ് സന്ദേശം നൽകി. ഖണ്ഡ് സഹ കാര്യവാഹക് CK ഗിരീഷ്, ഖണ്ഡ് വ്യവസ്ഥാ പ്രമുഖ് സുമേഷ്, മണ്ഡൽ കാര്യവാഹക് P ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ഡൽ ഖണ്ഡ് തല കാര്യകർത്താക്കൾ പങ്കെടുത്തു. കേച്ചേരിയിൽ അത്യാധുനിക സംവിധാനത്തോടെയുള്ള കരാട്ടെ ആൻഡ് കിക്ക് ബോക്സിംഗ് ട്രെയിനിംഗ് സെന്റർ ആഗസ്റ്റ് 15 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പരിശീലകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മാറുമ്പോൾ ആരോഗ്യമാണ് യഥാർത്ഥ ലഹരി എന്ന തിരിച്ചറിവ് നൽകുക എന്നതാണ് ആയോധന കലകൾ ലക്ഷ്യം വെക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് സ്റ്റാർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ 2000 ചതുരശ്ര അടിയിൽ സജ്ജമാക്കിയ ട്രെയിനിംഗ് സെന്റർ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗായകൻ സലീം കോടത്തൂരും മകൾ ഹന്ന സലീമും മുഖ്യാതിഥികളാകും. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അഭ്യാസ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം സബ് ഇൻസ്പെക്ടർ D വൈശാഖ് നിർവഹിക്കും. ഹാജി ജമാൽ കോട്ടോൽ ആരോഗ്യമുള്ള ജീവിതത്തിന് ആയോധന കലകളുടെ മഹത്വം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ AP ഷാജഹാൻ, ഫാത്തിമ സുഹറ, മാസ്റ്റർ അലി, VA ഫാത്തിമ എന്നിവർ പങ്കെടുത്തു. തിരുമിറ്റക്കോട് ഒഴുവത്രയിൽ യുവതിയെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ഒഴുവത്ര സ്വദേശിനി അടിയത്ത് വീട്ടിൽ രമണിയാണ് മരിച്ചത്. 45 വയസ്സാണ്. ചൊവ്വാഴ്ച രാവിലെയാണ് വീട്ടുമുറ്റത്തെ കിണറിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടത്. പരേതനായ രാമൻ നമ്പ്യാർ പങ്കജാക്ഷി ദമ്പതികളുടെ മകളാണ്. യശോദ സഹോദരിയാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9250 രൂപ, പവന് 74,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചരമം മങ്ങാട് പാക്കത്ത് ബാലകൃഷ്ണൻ നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. കരിക്കാട് അപ്പാട്ടുവളപ്പിൽ ശ്രീനിവാസൻ നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. ഭവാനി സഹോദരിയാണ്. കുന്നംകുളം കുറുക്കൻപാറ വലിയ വീട്ടിൽ തോമ മകൻ സണ്ണി നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഷീജയാണ് ഭാര്യ. സെബിൻ, സ്റ്റെഫി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ് വിതരണത്തിൽ അനാസ്ഥ. പലയിടത്തും സ്കോളർഷിപ്പ് തുക കിട്ടിയില്ലെന്ന ആക്ഷേപം. വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി ശുപാർശ ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്. CCTV സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോർക്കുളം സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിൽ അടച്ചു. നെന്മണിക്കര വീട്ടിൽ 28 വയസ്സുള്ള ശ്രീജിത്ത് എന്ന അടുപ്പു ശ്രീജിത്തിനെയാണ് കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ജയിലിൽ അടച്ചത്. ഗുരുവായൂരിൽ നിന്നും തിരുനാവായിലേക്ക് പുതിയ പാത അനുവദിക്കുന്ന വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗവും റെയിൽവേ പൊതുസേവന കമ്മിറ്റി ചെയർമാനുമായിരുന്ന PK കൃഷ്ണദാസ്. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതികൾ ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും യാത്രക്കാർക്കായി പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുമെന്നും കൃഷ്ണദാസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.